കളിച്ച് നിർത്തിയെടുത്തു എന്ന് തന്നെ വീണ്ടും തുടങ്ങാം. ഫേസ് 2 റീബർത്ത് 2 ഒന്നുമില്ല കയ്യിൽ. ഗെയിം നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങി. ആകെ ഉള്ളത് 2 ട്വിൻ ഡ്രില്ലും ഒരു ട്വിൻ സ്പെയർ ഡ്രില്ലുമാണ്. ഇവിടെ നിന്നാണ് ഇനി നമ്മൾ കളിച്ച് പുതിയ ഡ്രില്ലുകൾ എടുക്കേണ്ടത്. സോ വെൽക്കം ടു ദ പാർട്ട് 2 ഓഫ് അൺടൈറ്റിൽഡ് ഡ്രിൽ ഗെയിം. ഈ പ്രോഗ്രഷൻ കുറച്ച് പാടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ അധികം ഡ്രില്ലൊന്നും ക്രാഫ്റ്റ് ചെയ്തിട്ടില്ല. ഒരു റെയറായിട്ടുള്ള ഓറ് കിട്ടുന്നവരെ നല്ല പാടായിരിക്കും. ഓൾറൈറ്റ്, സോ സ്റ്റാർലിറ്റ് ടൈറ്റാനെ നമുക്ക് കിട്ടി. റെയറാണെന്ന് വെച്ചാൽ വലിയ റെയറൊന്നും അല്ല, എന്നാലും ആക്ച്വലി ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. എന്താ പറയുക, ഫേസ് 2 വന്നതിൽ വെച്ച് ബെസ്റ്റ് ഫൈൻഡിങ് ആണ് ഇതുവരെ ഉള്ളതിൽ. സോ ഇത് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്യും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ 2000. വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, ബട്ട് യാ സ്റ്റിൽ ഇറ്റ്സ് റെയർ. ഓൾറൈറ്റ്, സോ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 1800. ഞാൻ പറഞ്ഞില്ലേ 2000 താഴെ ഇത് സെല്ലാകത്തുള്ളൂ. കാര്യം ചെയ്യാം, ഒരു പ്ലാസ്മ ഡ്രില്ലും കൂടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വയ്ക്കാം. നമുക്കിപ്പോൾ കുറച്ച് പൈസ മാത്രമേ കിട്ടുന്നുള്ളൂ ഈ കളക്ട് ചെയ്യുന്ന ഓറിൽ നിന്ന്. അപ്പോൾ സോ നമുക്ക് വീണ്ടും തുടങ്ങിയ പോലെ തന്നെ പ്ലാസ്മ ഡ്രില്ല്, അതുപോലെ തന്നെ ഫ്യൂഷൻ ഡ്രില്ല്, സർജ്, അങ്ങനത്തെ ഡ്രില്ലെല്ലാം കൂടി വെച്ചിട്ട് വേണം ഫേസ് 2 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രില്ലിലോട്ട് പോകാനായിട്ട്. സോ ഇറ്റ് വിൽ ബി എ ലോങ് പ്രോസസ്. ഓൾറൈറ്റ്, സോ അനദർ റെയർ ഫൈൻഡിങ് നമുക്ക് മിത്രിൽ കിട്ടിയിട്ടുണ്ട്. മിത്രിൽ ഇസ് ലൈക്ക് 1 in 2 lakh. സോ ഇറ്റ്സ് എ ഗുഡ് ഫൈൻഡിങ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. സോ മിത്രിൽ എനിക്ക് കിട്ടുന്നതെല്ലാം ഞാൻ സെല്ല് ചെയ്യാനായിട്ട് പോവാണ്. സോ മിത്രിലും അതുപോലെ തന്നെ ഞാൻ സെല്ലിങ് ഇറ്റ് 57,000. ഇറ്റ്സ് എ ഗുഡ് ഡീൽ ഗൈസ്. ഓൾസോ എനിക്ക് ചെറിയ പനിയുണ്ട്, അതുകൊണ്ടാണ് നല്ല രീതിക്ക് എനർജി കുറവ്. എനിക്കത് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും. നല്ല രീതിക്ക് എനർജി കുറവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാകാം. നല്ല പനിയാണ് ഗൈസ്, അതുകൊണ്ടാണ്. ഈ ഒരു ഡ്രില്ലും ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, സോ നമ്മുടെ പ്ലോട്ടിൽ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഡ്രിൽസ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഫേസ് 1 ഇതൊക്കെ വലിയ വലിയ ഡ്രില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് നോർമൽ. കാരണം ഇനിയുള്ള സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഹെവി ഡ്രില്ലാണ്. അത് അപ്പുറത്തെ പ്ലോട്ടിലൊക്കെ ഇരിക്കുന്ന നോക്ക്, എന്തോ മറ്റേ പാറ്റൻ ടാങ്ക് പോലത്തെ സാധനമൊക്കെയാണ് കൊണ്ടുവച്ചേക്കുന്നത്. സോ കുറച്ച് നേരം ഗ്രൈൻഡ് ചെയ്തിട്ട് 2-3 ക്വാഡ് ഡ്രില്ല് ഞാൻ വെച്ചു. ഇനി ഒരു തെർമൽ ഡ്രില്ലും കൂടി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് അത്യാവശ്യം പുതിയ ഡ്രില്ല് മേടിക്കാനായിട്ടുള്ള പൈസ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാനാണ് ചാൻസ്. സോ കുറച്ച് നേരം കൂടി AFK നിന്നിട്ട് ഞാൻ ഇതാ വരുന്നു. അതിൻ്റെ അകത്ത് നമുക്ക് പുതിയ ഡ്രില്ല് മേടിക്കാനുള്ള പൈസ കിട്ടും. തെർമൽ വെച്ചത് എന്തുകൊണ്ടും നന്നായി, കാരണം അതിൻ്റെ അകത്തുനിന്ന് ഒരുപാട് സാധനം നമുക്ക് കിട്ടി. ലൈക്ക് റെയറായിട്ടുള്ള ഫൈൻഡിങ്സ് അല്ല, ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് ഫൈൻഡിങ്സ് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്യൂഷൻ ഡ്രില്ല് പുതുതായിട്ട് മേടിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഫേസ് 2 പുതിയൊരു ഡ്രില്ല്. 1 2 3 ഇവിടെ ഇരിക്കട്ടെ. ഇവൻ എന്ത് വന്ന് വിളിക്കുന്നത്? ഓൾ റൈറ്റ്, നോക്ക് ഗൈസ്, നമ്മളെ പ്രോഗ്രഷൻ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. കാരണം ഈ പറയുന്ന 3 ക്വാഡ്രിലിൽ നിന്നും തെർമലിൽ നിന്നും കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു. ഓൾ റൈറ്റ്, സോ വീണ്ടും പുതിയൊരു ഓവർ നോക്കി കിട്ടി. തലോ റൈറ്റ്. ഇത് പുതിയ ഫ്യൂഷൻ ഡ്രില്ലിൽ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ലക്ക്, നമ്മളിപ്പോൾ പുതിയ ഡ്രില്ല് വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് ലക്ക് നമുക്ക് കൂടും. ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. യെസ്, ഓൾ റൈറ്റ്, വി ഗോട്ട് അനദർ ബിഗ് തിങ്, ലുനാറിസ്. ഇറ്റ്സ് ലൈക്ക് സ്റ്റെല്ലാറൈറ്റ് പോലെയാണ്, ബട്ട് അത്ര റെയർ അല്ല, എന്നാലും സ്റ്റെല്ലാറൈറ്റ് പോലെയാണ്. യെസ്, ഫേസ് 2 കിട്ടിയതിൽ വെച്ച് ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡ് ഇതുവരെ അതാണ് ലുനാറിസ്. സോ യെസ്, പുതിയ ഡ്രില്ലൊന്നും ഞാൻ വെച്ചിട്ടില്ല. ആകെ 2 ഫ്യൂഷൻ ഡ്രില്ല് ഞാൻ വെച്ചു. അതിൽ നിന്നാണ് എനിക്ക് ഈൽഡ് മൊത്തം കിട്ടിയത്. ഐ തിങ്ക് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ന്യൂക്ലിയർ ഡ്രില്ല് മേടിക്കാനായിട്ട് പറ്റും. യെസ്, we can buy our first nuclear drill for 4,58,000. കിട്ടി ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ബിഗ് ഡ്രില്ല് നമുക്ക് കിട്ടി. ലെറ്റ്സ് ഗോ പ്ലേസ് ഇറ്റ് ഹിയർ. വലിയതാണ് കേട്ടോ, നല്ല വലിയ ഡ്രില്ല. ലുക്ക് അറ്റ് ദിസ്. ഇറ്റ്സ് സോ ഗുഡ്, ഇറ്റ്സ് ലുക്കിംഗ് സോ ഗുഡ്. നല്ല ഫ്യൂച്ചറിസ്റ്റിക് ലുക്കുള്ള ഐറ്റം. ഓൾ റൈറ്റ്, സോ യെസ്, ഫേസ് 2 ബെസ്റ്റ് ഡ്രില്ല് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പ്ലോട്ട് ഫുൾ ന്യൂക്ലിയർ ഡ്രില്ല് കൊണ്ട് വയ്ക്കും. അതാണ് നമ്മുടെ എയിം. 2-3 ന്യൂക്ലിയർ ഡ്രില്ല് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറേജ് നമ്മൾ നാനോപോഡിലോട്ട് അപ്ഗ്രേഡ് ചെയ്തു. നാനോപോഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ 2000 ആയിരുന്നു നമുക്ക് ചെസ്റ്റിൻ്റെ അകത്തുനിന്ന് സ്റ്റോറേജ് കിട്ടിയത്. ഇപ്പോൾ അത് 6000 ആയി. ഓൾസോ നമ്മൾ കുറേ ഡ്രില്ല് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രാഫ്റ്റ് ചെയ്ത ഡ്രില്ലൊന്നും റീബർത്ത് ചെയ്യുമ്പോൾ പോകത്തില്ല. അതുകൊണ്ട് തന്നെ റീബർത്ത് ചെയ്ത് കഴിയുമ്പോൾ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. സോ ഐ എം ഗോണ റീബർത്ത് നൗ ഗൈസ്. ഭയങ്കര ക്വിക്കായിരുന്നു പ്രോഗ്രഷൻ. ന്യൂക്ലിയർ ഡ്രില്ല് വെച്ചതിന് ശേഷം ഭയങ്കര ക്വിക്കായിരുന്നു, കാരണം ഒരുപാട് സാധനങ്ങൾ പെട്ടെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, സോ ലെറ്റ്സ് ഗോ.
അനദർ റീബർത്ത്. യെസ്, ഫേസ് 3. അങ്ങനെ നമ്മൾ ഫേസ് 3 റീബർത്ത് ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഡ്രില്ല് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രോഗ്രഷൻ കുറച്ചുകൂടി ക്വിക്കായിരിക്കും. കഴിഞ്ഞ തവണ ഒരൊറ്റ ഡ്രില്ലിലാണ് ഞാൻ അത്രയും കൊണ്ട് എത്തിച്ചത്. ഇത്തവണ അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ചുകൂടി സ്പീഡ് വേണം. ഓൾറൈറ്റ്, സോ നമുക്ക് നമ്മുടെ ചെസ്റ്റ് ഇവിടെ കൊണ്ടുവയ്ക്കാം. പെട്ടെന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യണം. പെട്ടെന്ന് പുതിയ ഡ്രില്ലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യണം. 2 ഫ്യൂഷൻ ഡ്രില്ലും കൂടി മേടിച്ചിട്ട് ഒരുപാട് നേരം ഞാൻ AFK ചെയ്യുന്നു. ഓൾമോസ്റ്റ് 650K നമ്മൾ ഉണ്ടാക്കി. പുതിയൊരു ഡ്രില്ലിനായിട്ടുള്ള പൈസ, അതായത് ഫേസ് 2 റീബർത്ത്, ഫേസ് 2 അല്ല, റീബർത്ത് 2 ഫസ്റ്റ് ഡ്രില്ലിനായിട്ടുള്ള പൈസ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ വി ആർ ഗോണ സെൽ അവർ സ്റ്റഫ് ആൻഡ് വി ആർ ഗോണ ബൈ ദ ഫസ്റ്റ് ഡ്രിൽ. ഇറ്റ്സ് ഗൈഗാൻറ്റിക്, വലിയ ഡ്രില്ല, കാണിച്ചു തരാം. ഓൾറൈറ്റ്, സോ ക്വാണ്ടം ഡ്രിൽ, വി ആർ ഗോണ ബൈ ക്വാണ്ടം ഡ്രിൽ. കൊളോസൽ ഡ്രില്ല് മേടിക്കാനുള്ള പൈസ ഇപ്പോൾ ഇല്ല. ഒരു ക്വാണ്ടം ഡ്രിൽ സെറ്റ് ചെയ്തിട്ട് പിന്നീട് കൊളോസൽ സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ക്വാണ്ടം ഡ്രിൽ ഈസ് ബേസിക്കലി ന്യൂക്ലിയർ സാധനം തന്നെയാണ്. കുറച്ചുകൂടി മോഡലിങ് കുറച്ചുകൂടി റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കാണാൻ കൊള്ളാം, രസമുണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, വലുതാണ് കേട്ടോ, അത്യാവശ്യം വലുതാണ്. ഞാൻ ഈ AFK നിൽക്കുന്ന എന്താ കാണിക്കാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഇടയിൽ ഒന്നുമില്ല. ഞാൻ കയ്യിൽ ഡ്രില്ലും പിടിച്ച് ജസ്റ്റ് എന്താ പറയുക ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോർഷൻ ഒന്നും കാണിക്കാത്തത്. ഓൾറൈറ്റ്, സോ 800K നമ്മളുണ്ടാക്കി. വി ആർ ഗോണ ബൈ അവർ ഫസ്റ്റ് കൊളോസൽ ഡ്രിൽ. ഇതാണ് ഇതുവരെ കളിച്ചതിൽ വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഡ്രില്ല്. കാണിച്ചു തരാം. ഇത് വെക്കാൻ പോലും സ്ഥലമില്ല. അവിടെ പുറകെ കൊണ്ട് വെക്കേണ്ടി വരും. ഓക്കെ, സോ ഇതിനെ ഗെയിം ഡെവലപ്പേഴ്സ് തന്നെ പറയുന്നത് ഒരു മാസീവ് ടൈറ്റൻ എന്നാണ്. ഭയങ്കര വലുതാണ്, കാണിച്ചു തരാം. ഭയങ്കര പൊക്കത്തിലായി സാധനം നിൽക്കുന്നത്. ഓൾറൈറ്റ്, സോ നമുക്കത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. ഓൾറൈറ്റ്, എൻ്റെ മോനെ വിഷയ സാധനം. ഓക്കെ, വിഷയം. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സ്പേസ് എടുക്കുന്നുണ്ട് ഈ ഒരു സാധനം. ഓൾസോ നമ്മുടെ സ്റ്റോറേജ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിട്ട് കളയുന്നില്ല. സ്റ്റോറേജ് നമ്മൾ ഡ്രിഫ്റ്റ് ക്യാപ്സ്യൂൾ മേടിച്ചിട്ടുണ്ട്. അതായത് ഫേസ് 3 റീബർത്ത് 2 നമുക്ക് കിട്ടുന്നതിൽ 12,000 സ്റ്റോറേജ് ഉള്ള ഒരു ക്യാപ്സ്യൂളാണ് ഡ്രിഫ്റ്റ് ക്യാപ്സ്യൂൾ. അത് നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. സോ സെക്കൻഡ് കൊളോസൽ ഡ്രിൽ നമ്മൾ മേടിക്കാനായിട്ട് പോവാണ്. എവിടെ? ഓക്കെ, സോ സെക്കൻഡ് കൊളോസൽ ഡ്രിൽ 800K ഒക്കെ ഭയങ്കര ക്വിക്കായിട്ട് ആവുന്നുണ്ട്. വി ഗോണ ബൈ അനദർ കൊളോസൽ ഡ്രിൽ. ആൻഡ് ഇത് വെക്കാനാണ് സ്ഥലമില്ലാത്തത്. എൻ്റെ പ്ലോട്ടിൽ ഇത് വെക്കാനാണ് ആക്ച്വലി സ്ഥലമില്ലാത്തത്. 2 വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ പ്ലോട്ട് മൊത്തം ഫില്ലാവും. ഓൾറൈറ്റ്, സോ ഇവിടെ തൽക്കാലം വെക്കാം. ഇവിടെ വെക്കാം. ഓക്കെ, സോ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലോട്ട് മൊത്തം ഇത് വെച്ച് ഫില്ല് ചെയ്യണം. നോക്കാം, പറ്റുമോ നോക്കാം. സോ ക്വിക്ക് അപ്ഡേറ്റ്, എൻ്റെ കയ്യിലുള്ള സ്റ്റോറേജ് സിസ്റ്റം എല്ലാം ഞാൻ ഡ്രിഫ്റ്റ് ക്യാപ്സ്യൂൾ ആക്കിയിട്ടുണ്ട്. 12, അതായത് 12, 24, 36,000 നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റോറേജ് കപ്പാസിറ്റി. വി ആർ ഗെറ്റിംഗ് എ ലോട്ട് ആൻഡ് ഒരുപാട് കൊളോസൽ ഡ്രില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലോട്ടിൽ വെക്കാൻ പറ്റുന്നതിൽ വെച്ച് മാക്സിമം എമൗണ്ട് ഓഫ് കൊളോസൽ ഡ്രില്ല് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് മീ സെൽ ദിസ് ഫസ്റ്റ്. എൻ്റെ കയ്യിലുള്ള ഇതെല്ലാം സെല് ചെയ്തിട്ട് ഓൾമോസ്റ്റ് എ മില്യനാണ് ഞാൻ സെല് ചെയ്തത്. എ മില്യണിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എഫിഷ്യൻറ്റ്. എൻ്റെ ഫാം ഞാൻ കാണിച്ചു തരാം. ഇതെല്ലാം ഞാൻ മാറ്റട്ടെ, കാരണം ഐ എം ഗോണ റീബർത്ത് നാവും. എനിക്ക് റീബർത്ത് ചെയ്യാനുള്ള എല്ലാ ഓറും കിട്ടിയിട്ടുണ്ട്. സോ യെസ്, ഇതാണ് ഇപ്പോഴത്തെ, ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്ലോട്ട് മൊത്തം ഞാൻ കൊളോസൽ ഡ്രിൽ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് വി ആർ ഗോണ ഡു ഇസ് ദാറ്റ് വി ആർ ഗോണ പ്ലേസ് ട്വിൻ സ്പെയർ ഡ്രിൽ. ഇപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന ട്വിൻ ഡ്രില്ലാണ്. ഇത് ഞാൻ വെക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, മണ്ടത്തരം കാണിച്ചാണ്. ട്വിൻ സ്പെയർ ഡ്രിൽ വെക്കണം. സോ യെസ്, അപ്പോൾ ട്വിൻ ഡ്രില്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ട്വിൻ സ്പെയർ ഡ്രില്ല് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അയണൈസ്ഡ് പ്ലാസ്മ ഡ്രില്ലും കൂടി ഞാൻ ക്രാഫ്റ്റ് ചെയ്തു. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഓക്കെ, സോ യെസ്, ഐ എം റെഡി ഫോർ റീബർത്ത്. 1, 2, 3 റീബർത്ത്. റീബർത്ത് നമ്പർ 3. ഓൾറൈറ്റ് ഗൈസ്, നോക്ക്, ഇത്രയും ട്വിൻ സ്പെയർ ഡ്രില്ല് നമ്മുടെ കയ്യിലുണ്ട്. പ്രോഗ്രസ് ചെയ്യാൻ ഒരു പാടും ഉണ്ടാവില്ല. ഓൾസോ ഒരു ന്യൂക്ലിയർ ഹാൻഡിലും കൂടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. പ്രോഗ്രസ് ചെയ്യാൻ യാതൊരു വിധത്തിലുള്ള പാടും ഉണ്ടാവില്ല. ഒരു സ്റ്റോറേജ് സിസ്റ്റം മേടിക്കുക. വീണ്ടും കഴിഞ്ഞ ഫേസിൽ ചെയ്ത പോലെ തന്നെ വി നീഡ് ബെറ്റർ ഡ്രിൽസ്. കൊളോസൽ ഡ്രില്ല് പോലെ തന്നെ ഈ ഫേസിലെ ഏറ്റവും ബെസ്റ്റ് ഡ്രിൽസ് നമുക്ക് മേടിച്ച് ഫില്ല് ചെയ്യണം നമ്മുടെ പ്ലോട്ട് മുഴുവൻ. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് വെറും 2 റീബർത്തും കൂടി ഉള്ളൂ. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ കംപ്ലീറ്റഡ് ദിസ് ഗെയിം. യാ ബോയ്. ഓക്കെ, സോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുകയാണ്. ഇനിയും ഒരുപാടുണ്ട് കളിച്ച് തീർക്കാനായിട്ട്. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ബൈ.